മുമ്പ് ഒരുപക്ഷെ വിവാഹം ആലോചിച്ച ആളാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറാനുള്ള അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിനെയൊക്കെ ഈ സോഷ്യൽ മീഡിയ സൈബർ ഇടത്തിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഒന്നാമത്തെ കാര്യം, മാനസികമായിട്ട് പുറത്ത് ഒരു കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് അവൾ അവിടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ജാസ്മിൻ പുറത്ത് ഇതുപോലെ ഒരാളെ ചെയ്തിട്ട് പോയൊരു കാര്യം, അത് ഭയങ്കര പ്രശ്നവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ജാസ്മിൻ എന്ന് വരെ ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടതാണ്. ഞാനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഞാൻ ജാസ്മിനെ വരെ ഞാൻ ചോദ്യം ചെയ്യുന്ന രീതി ഇതായിരിക്കില്ല. ജാസ്മിന്റെ ഗെയിമിനെ പോസിറ്റീവായിട്ടും ഇതിനെ നെഗറ്റീവായിട്ടും പറഞ്ഞിട്ട്, പക്ഷെ ഇന്ന് ഞാൻ ആ വിഷയത്തിൽ തിരുത്തുന്നു. കാരണം ആ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടി അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട രീതി ഇതല്ല. ആ കുട്ടിക്ക് ഇമോഷൻസ് ഉണ്ട്, എനിക്ക് ആ കുട്ടിയുടെ വേദനകൾ മനസ്സിലാവും, പക്ഷെ പരിഹാരം ഇതല്ല. ഇത് ആ കുട്ടിയുടെ കൈ വിട്ടു പോയതാണെന്നുണ്ടെങ്കിൽ അത് ജാസ്മിന്റെ കൈ വിട്ടു പോയതാ. ഈ കുട്ടി ഇന്റൻഷ്യലി ചെയ്താണെങ്കിൽ ജാസ്മിൻ അത് ഇന്റൻഷ്യലി ചെയ്തതാ. സോ മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അവര് പറയുന്നു, ഇപ്പൊ ഗബ്രി ഉൾപ്പെടെ പറയുന്നു, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇല്ല. പക്ഷെ സോഷ്യൽ മീഡിയക്കാണ്, ഇവരുടെ ആർമികൾക്കാണ് ഇവര് തങ്ങളിൽ ഒരു പ്രണയം ഉണ്ടാക്കേണ്ടത്. അപ്പോ ഈ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കാൻ വില്ലിങ് അല്ലാത്ത ഒരു റിലേഷൻഷിപ്പിനെ അതിൻ്റെതായ സെൻസിലെടുത്തിട്ട് ഈ കുട്ടിക്ക് ഇത്തരം സദാചാര ബോധങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് പറയാ. ഇയാൾക്കുണ്ടായ ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ ഇയാൾക്ക് അത്രയും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഒരു കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു, ഈ കുട്ടി ചീറ്റ് ചെയ്തു എന്ന്. അവർക്ക് പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചിട്ട്, അയാൾക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ കുട്ടി ബാധിക്കപ്പെട്ടില്ലേ? അപ്പോ ഈ കുട്ടി ഒട്ടും ബാധിക്കപ്പെട്ടില്ല, ഈ സമൂഹത്തിൽ നിന്ന് ഒന്നും ബാധിക്കപ്പെട്ടില്ല, ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് അധികമായിട്ട് ഇടപെട്ട രീതിയിൽ ആ കുട്ടി ഒന്നും ബാധിക്കപ്പെട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം.